ഉക്രൈൻ ഡ്രോൺ ആക്രമണം ശക്തമാക്കുന്നതിനിടെ യുകെക്ക് മുന്നറിയിപ്പുമായി റഷ്യ രംഗത്ത്. ഉക്രൈനെ സൈനികമായി സഹായിച്ചാൽ യുകെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും വലിയ വില നൽകേണ്ടി വരുമെന്നും റഷ്യ താക്കീത് നൽകി. ബ്രിട്ടീഷ് നിർമ്മിത ഡ്രോണുകൾ ഉക്രൈൻ സൈന്യം രാജ്യത്തിനെതിരെ പ്രയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെയാണ് റഷ്യ രംഗത്തെത്തിയത്. യുകെ ബോധപൂർവം സംഘർഷം വഷളാക്കുകയാണ്. തങ്ങളുടെ എണ്ണ ശുദ്ധീകരണശാലകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ഉക്രൈൻ നടത്തുന്ന ആക്രമണങ്ങളിൽ യുകെ സഹ ആസൂത്രകരായി പ്രവർത്തിക്കുന്നു. ലണ്ടനിലെ റഷ്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചതായിരുന്നു ഈ വാക്കുകൾ. യുകെ ഉക്രൈന്റെ ആക്രമണങ്ങളിൽ എത്രത്തോളം പങ്കാളികളാകുന്നോ അത്രത്തോളം കടുത്ത തിരിച്ചടി നൽകുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. അതേസമയം റഷ്യയുടെ മുന്നറിയിപ്പിനെ യുകെ പ്രധാനമന്ത്രി തള്ളി. ഉക്രൈനുള്ള ബ്രിട്ടീഷ് പിന്തുണ 100% അചഞ്ചലമായി തുടരുമെന്നും പ്രതിരോധ സഹായം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഉക്രൈൻ തലസ്ഥാനമായ കീവിലും പരിസര പ്രദേശങ്ങളിലും റഷ്യ നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടായിരുന്നു റഷ്യൻ സൈന്യത്തിന്റെ വ്യോമാക്രമണം. ആക്രമണത്തിൽ കുട്ടികളുടെ ആശുപത്രി ഉൾപ്പെടെയുള്ള നിരവധി കെട്ടിടങ്ങൾ തകരുകയും 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉക്രൈൻ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. രാത്രിയിലുണ്ടായ കനത്ത ബോംബിംഗിൽ കുട്ടികളുടെ ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ പൂർണ്ണമായും തകരുകയും സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾ കത്തിയമരുകയും ചെയ്തതായി കീവ് മേയർ വ്യക്തമാക്കി. തെക്കു പടിഞ്ഞാറൻ കീവിലെ സോളമിയാൻസ്കയിലുള്ള വ്യവസായ കേന്ദ്രത്തിന് നേരെ മിസൈൽ പതനമുണ്ടായി. കീവ് മേഖലയുടെ ഭാഗമായി ബ്രോവറി ജില്ലയിലുണ്ടായ ആക്രമണത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടതെന്ന് ഗവർണർ പറഞ്ഞു. ആക്രമണത്തിൽ വൈദ്യുതി വിതരണ ശൃംഖലകൾ തകർന്നതോടെ കീവ് നഗരത്തിന്റെ വലിയൊരു ഭാഗം പൂർണ്ണമായും ഇരുട്ടിലായി. 10,000-കണക്കിന് വീടുകളിലെ വൈദ്യുതി ബന്ധമാണ് ഒറ്റ രാത്രി കൊണ്ട് വിച്ഛേദിക്കപ്പെട്ടത്. തകരാറിലായ പവർ ഗ്രിഡുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് സാങ്കേതിക വിദഗ്ധർ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കീവിന് നേരെ റഷ്യ രാത്രികാല ആക്രമണങ്ങൾ ശക്തമാക്കുകയാണ്. അതിനിടെ റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് യുക്രൈൻ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും ശക്തമായി തുടരുകയാണ്. ഈ ആഴ്ച റഷ്യയിലുണ്ടായ 2 ഉക്രൈനിയൻ ആക്രമണങ്ങളിൽ ഒരു കുട്ടിയുൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഉക്രൈന്റെ ശക്തമായ തിരിച്ചടി 4.5 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾക്ക് തയ്യാറാകാൻ മോസ്കോയ്ക്ക് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച അധിനിവേശത്തിലൂടെ ഉക്രൈന്റെ 5-1 ഭാഗവും നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. അതേസമയം ഉക്രൈൻ ഭരണ പ്രതിസന്ധി നേരിടുകയാണെന്ന് പുറത്താക്കപ്പെട്ട പ്രതിരോധ മന്ത്രി അറിയിച്ചിരുന്നു. യുദ്ധത്തിനിടയിലും തിരഞ്ഞെടുപ്പ് നടത്തി ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ ഭരണനിർവഹണ സംവിധാനം പ്രതിസന്ധി നേരിടുന്നു. സർക്കാർ സ്വയം സംരക്ഷിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മാറ്റങ്ങളെ ചെറുക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിനിടയിലും രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്ന നിയമപരമായ മാർഗം നാം കണ്ടെത്തേണ്ടിയിരുന്നു. ഉദ്യോഗസ്ഥർക്കിടയിലെ അഴിമതി അപലപിച്ച അദ്ദേഹം ഇത് യുദ്ധം ചെയ്യാനുള്ള ഉക്രൈനിന്റെ കഴിവിനെ ബാധിക്കുന്നുണ്ടെന്നും ആരോപിച്ചു. രാജ്യം സൈനിക നിയമത്തിലായിരിക്കവേ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ ഉക്രൈനിലെ നിയമം വിലക്കുന്നുണ്ട്. 2022 ഫെബ്രുവരി 24-ന് റഷ്യ ഉക്രൈനിൽ അധിനിവേശം തുടങ്ങിയതു മുതൽ രാജ്യം സൈനിക നിയമത്തിലാണ്. ഇതിനാൽ 2024-ൽ ഭരണകാലാവധി അവസാനിച്ചെങ്കിലും സെലൻസ്കി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി സെലൻസ്കി ഉക്രൈന്റെ യഥാർത്ഥ നേതാവല്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പലതവണ ആരോപിച്ചിരുന്നു. സെലൻസ്കിയുടെ വിശ്വസ്തനായിരുന്ന ഫെഡ്രോവ് ജൂലിയാണ് പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടത്. കമാൻഡർ ഇൻ ചീഫ് ജനറൽ അലക്സാണ്ടർ സിർസ്കയെയും ഒപ്പം പുറത്താക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.